നമുക്കിനി ഇൻസർക്കിൾ വരക്കണ്ടേ. അതിന് മുമ്പ് നെയിം കൊടുക്കാം, ABCD. ഇനി റോംബസിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് റോംബസിന്റെ ഡയഗണൽസ് ആംഗിൾസിനെ ബൈസെക്ട് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഇവിടുന്ന് ഡയഗണൽസ് വരച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ 50 ഡിഗ്രി ആകുമ്പോൾ അത് 25 ഡിഗ്രി ആയിട്ട് ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും. ബൈസെക്ട് മീൻസ് ഈക്വൽ ഹാഫ് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ പെർപെൻഡിക്കുലർ ഒന്നും വരച്ചിട്ട് നമ്മൾ ട്രയാങ്കിൾ ഇൻസർക്കിൾ വരക്കാൻ വേണ്ടിയിട്ട് പെർപെൻഡിക്കുലർ ഒക്കെ വരച്ചിട്ടില്ല. അതുപോലെ ഇതിൽ വരക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഡയഗണൽ വരച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് ഇവിടുന്ന് A to C ആണ് ഞാൻ ഡയഗണൽ വരച്ചിരിക്കുന്നത്. പിന്നെ B to D. ഓക്കെ, ഈ ഇന്റർസെക്റ്റഡ് പോയിന്റ് നിന്ന് നമ്മൾ ഇതിനൊരു ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. ഇപ്പൊ ഇവിടെ ഞാൻ O എന്ന നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഈ AOB എന്ന ട്രയാങ്കിളിന് നമ്മളൊരു ആൾട്ടിറ്റ്യൂഡ് വരക്കണം. ആൾട്ടിറ്റ്യൂഡ് ഇപ്പോൾ എങ്ങനെ വരക്കാം? സോ AOBയുടെ ആൾട്ടിറ്റ്യൂഡ് വരക്കാൻ വേണ്ടി നമ്മൾ ഈ OB മെഷർമെന്റ് എടുക്കാം. OB മെഷർമെന്റ് എടുത്തതിന് ശേഷം Oയിൽ കോമ്പസ് വെച്ചിട്ട് ഈ ഒരു ലൈനിൽ നമ്മൾ ആർക്ക് വരക്കാം. കണ്ടോ, ഈ ആർക്ക് ടച്ച് ചെയ്ത പോയിന്റ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഹാഫിൽ കൂടുതൽ എടുക്കാം, താഴെയും മുകളിലും ആർക്ക് വരക്കാം. പിന്നീട് ഈ പോയിന്റിൽ വെക്കാം, അവിടെ നിന്നും താഴെയും മുകളിലും ആർക്ക് വരക്കാം, ജോയിൻ ചെയ്യാം. കണ്ടോ, ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചപ്പോൾ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് കിട്ടി 90 ഡിഗ്രി. ഇനി ഈ ഒരു പോയിന്റിന് P എന്ന നെയിം കൊടുക്കാം. ഇനി OP ആണ് നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് വരിക. കണ്ടോ, OP. സോ OP കണക്ട് ചെയ്ത് വരക്കുമ്പോൾ റോംബസിന്റെ എല്ലാ പോയിന്റിലേക്കും എല്ലാ ലൈൻസിലും ടച്ച് ചെയ്തിട്ടായിരിക്കും വരിക. ഓക്കെ, ഇതാണ് നമ്മളോട് വരക്കാൻ പറഞ്ഞ റോംബസിൽ വരുന്ന ഇൻസർക്കിൾ.